ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ട കേന്ദ്ര സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA. ക്രിസ്തുമസ് ദിനത്തിലുണ്ടായ അക്രമങ്ങളെക്കുറിച്ച് CCTVയോട് പ്രതികരിക്കുകയായിരുന്നു MLA. BJPയുടെ ഭരണത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായുള്ള ആക്രമണം കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. ഉത്തർപ്രദേശിൽ ക്രിസ്മസ് ആഘോഷത്തിന് പകരം BJPയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ ജന്മദിനം ആചരിക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ തീരുമാനം. ക്രിസ്തുമസിനുള്ള ഒഴിവുകൾ പോലും ഇനി പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. മംഗലാപുരത്തും കർണാടകയിലും ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ അതിക്രൂരമായ കടന്നാക്രമണങ്ങളുണ്ടായി. കേരളത്തിലേക്ക് പ്രശ്നങ്ങൾ എത്തിക്കാൻ RSS സംഘശക്തികൾ ശ്രമിക്കുകയാണ്. കരോൾ നടത്തിയിരുന്ന 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു RSSകാരൻ അതിക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം അവർ ഉപയോഗിച്ചിരുന്ന ഡ്രംസ് ഉൾപ്പെടെ തല്ലിപ്പൊളിക്കുകയും ചെയ്തത് ന്യായീകരിക്കുകയാണ് BJP നേതാക്കൾ കേരളത്തിൽ ചെയ്തത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ക്രിസ്തുമത ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണം പരിശോധിച്ചാൽ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൻതോതിൽ വളർന്നുവരുന്നതായി കാണാൻ സാധിക്കുമെന്നും MLA പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. ഉത്തർപ്രദേശിൽ ക്രിസ്മസ് ആഘോഷത്തിന് പകരം BJPയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന വാജ്പേയിയുടെ ദിനം ക്രിസ്മസ് ദിനത്തിൻ്റെ അന്ന് ആചരിക്കണം, ക്രിസ്മസിനുള്ള ഒഴിവുകൾ പോലും ഇനി പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് എല്ലാ ജീവനക്കാരെയും പങ്കെടുപ്പിക്കാൻ സർക്കാർ തന്നെ പ്രത്യേക ഉത്തരവിറക്കിയാണ് അത് ചെയ്തത്. ഇതിൽ നിന്നെല്ലാം അതീതമായി രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദം ഏറ്റവും ഉയർന്ന രീതിയിൽ പരിപാലിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ആ കേരളത്തിലേക്കും പ്രശ്നങ്ങൾ എത്തിക്കാൻ RSS സംഘശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം വന്നു. കരോൾ നടത്തിയിരുന്ന പാവപ്പെട്ട കുട്ടികളെ, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു RSSകാരൻ അതിക്രൂരമായിട്ടാണ് അവരെ മർദ്ദിക്കുകയും അതിനുശേഷം അവരുപയോഗിച്ചിരുന്ന ഡ്രം ഉൾപ്പെടെ തല്ലിപ്പൊളിക്കുകയും ചെയ്തത്. അതിനെ ന്യായീകരിക്കുകയാണ് BJPയുടെ നേതാക്കൾ കേരളത്തിൽ ചെയ്തത്. ക്രിസ്ത്യൻ വേട്ട RSSന്റെ പ്രഖ്യാപിത നയമാണ്. ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളായി RSSകാർ കണ്ടിട്ടുള്ളത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ്. ആ പ്രത്യയശാസ്ത്രം മറനീക്കി പുറത്തുവരികയാണെന്നും അതിനെതിരെ മതേതരവാദികൾ ഒന്നിച്ചണിനിരക്കണമെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യൻ വേട്ട RSSന്റെ പ്രഖ്യാപിത നയമാണ്. ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളായി അവർ കണ്ടിട്ടുള്ളത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവർ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയുള്ളവരല്ല, അവരുടെ പുണ്യഭൂമിയും പിതൃഭൂമിയും ഇതല്ല എന്നെല്ലാം വാദിച്ച് അവർക്ക് മറ്റു പൗരന്മാരുടെ അവകാശങ്ങളില്ല എന്ന് വാദിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളാണ് RSSകാർ. ആ പ്രത്യയശാസ്ത്രം മറനീക്കി പുറത്തു വരികയാണ് BJPയുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും RSSന്റെ നേതൃത്വത്തിൽ എന്ന് കാണുകയും ഇതിനെതിരായ മതനിരപേക്ഷ സംരക്ഷണത്തിന്, ന്യൂനപക്ഷ സംരക്ഷണത്തിനു വേണ്ടി ഉറച്ച നിലപാടെടുക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനത്തെ ഗവൺമെൻറ്റുകളുടെ പുറകിലണിനിരന്ന് കേരളത്തെ, ഇന്ത്യ രാജ്യത്തെ അക്രമങ്ങളെ ചെറുക്കാൻ നമുക്ക് കഴിയണം.